ഹലോ ഹായ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തലയിൽ ഷാമ്പു ഒക്കെ ഇട്ട് നമ്മുടെ മുടി കണ്ടമാനം മുരഞ്ഞിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പിന്നെ ഒരു സ്മൂത്തായിട്ട് മുടി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ തലയിൽ ഷാമ്പു ഒക്കെ ഇട്ട് കഴുകിയായിരുന്നു. മുടി എല്ലാവരും നന്നായിട്ട് ഷാമ്പു ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് നമ്മുടെ കടമ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊരു അലോവേരയാണ്. അലോവേരയുടെ കുറച്ച് പീസുകൾ നമുക്ക് വേണം. കുറച്ച് അലോവേര എടുത്തു. ആവശ്യത്തിന് എടുക്കാം. നമ്മുടെ തലമുടി ഇത് ഇച്ചിരി കുറച്ച് മുടിയുണ്ട്, തീരെ കുറച്ചല്ല, എന്നാൽ ഒത്തിരി ഇല്ല, എന്നാലും ആവശ്യത്തിനുണ്ട് മുടിയുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് 2 ചെമ്പരത്തിപ്പൂ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മുറ്റത്തു നിന്നൊക്കെ ഒഴിച്ചെടുത്ത് 2 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരെണ്ണൊരു പഴയത്, അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ കുറച്ച് ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ നല്ലതാണ്. 5 10 എണ്ണം വേണേലും എടുക്കാം. കുറച്ച് ചെമ്പരത്തിയുടെ ഇലയാണ്, അത് കുറച്ച് നമ്മൾ ഇതുപോലെ ഇല മാത്രമായിട്ട് എടുക്കുന്നു. പിന്നെ കുറച്ച് ഇത് നമുക്ക് അസുഖങ്ങൾ, തലനീരർക്കോ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിൻ്റെ ഇല, ഇത് കുറച്ച്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തുളസിയിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ജലദോഷമോ തലനീരർക്കോ ഒന്നും ഇത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി തണുപ്പുള്ള സാധനമാണിത്. അപ്പം നമുക്ക് ഇത് ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കൊരു ജലദോഷമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ മുടി നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഞാനിതും കുറച്ച് ഇടുക. ഇതൊക്കെ നമ്മൾ ഒരു അളവൊന്നും നോക്കണ്ട, നമുക്ക് ഒരു കൈപിടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നു. ഇതൊക്കെ അല്ലാതെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഇതിനകത്തൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും നമുക്ക് തലയ്ക്ക് തണുപ്പ് തരുന്നതും നമ്മുടെ തലയിലുള്ള താരനെ മാറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത്, ഇതല്ലാതെ ഞാൻ പറയാത്തതായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടെ ഇട്ട് നമ്മൾ മിക്സിക്കകത്ത് നമ്മളിത് എടുക്കുകയാണ്. അപ്പം ഞാൻ ഇത് ഓരോന്നായിട്ട് മിക്സിയിലിടുവാണ്. ഒന്ന് ഒതുങ്ങിക്കിടക്കാനായിട്ട് ഒന്ന് ഇട്ടു. നമ്മൾ അലോവേര ഇട്ടു. എല്ലാ സാധനങ്ങളും ഒന്നൊന്നായിട്ടിരുന്നു. ഇതുകൂടാതെ ഞാൻ ഇതിനകത്തൊരു സ്പെഷ്യൽ സാധനം ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ എണ്ണ തലയിൽ തേച്ചിട്ടായിരിക്കും ഇത് തേക്കുന്നതിന് പകരം ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഒരു കുത്ത് തേങ്ങയാണ് ഇടുന്നത്. ഇത് പച്ച തേങ്ങ, ചിരണ്ടിയ തേങ്ങ ഞാനൊരു കുത്ത് ഇതിനകത്ത് ഇടുവാണ്. ഇത് ഞാൻ ഇടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ തേങ്ങാപ്പാലാണ് നമുക്ക് നമ്മുടെ മുടിക്ക് അലോവേരയും നമ്മുടെ ചെമ്പരത്തിയും എല്ലാം ഒരു താളി പോലത്തെ ഒരു സാധനമാണല്ലോ. അപ്പോൾ അതിനൊരു കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പിൻ്റെ കൂടെ ഈ തേങ്ങയുടെ ആ എണ്ണമയം കൂടെ, ആ തേങ്ങാപ്പാലും കൂടെ ചെല്ലുമ്പോൾ നല്ലൊരു സ്മൂത്ത്, നല്ലൊരു മണമൊക്കെ ഈ സാധനത്തിനുണ്ടാകും. അപ്പോൾ ഞാനിതൊന്ന് അരച്ചുകൊണ്ട്. ഇത് കൂടാതെ നമ്മൾ ഇതിനകത്ത് വെള്ളത്തിനായിട്ട് വെള്ളമല്ല ഒഴിക്കുന്നത്. നമ്മുടെ ഇന്ന് വെച്ച കഞ്ഞിയുടെ ചൂടാറിയ കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത്. അതായത് നമ്മളിത് അരയ്ക്കാൻ വേണ്ടുന്ന വെള്ളമല്ല, കഞ്ഞിവെള്ളം. ഇത് ഒഴിച്ചിട്ട് ഞാനിത് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പയ്ക്കകത്ത് ഇതൊന്ന് നമ്മളൊന്ന് അരിച്ചെടുക്കുക. അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴുകി എടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കഴുകാൻ ഇച്ചിരി, അത് നമ്മൾ മുറ്റത്തെങ്ങാനും ഇറങ്ങി പൈപ്പ് ചോട്ട് നിന്ന് പുറത്ത് വെച്ച് കഴുകിയാൽ മതി. ഇച്ചിരിയൊക്കെ ഇതിൻ്റെ അംശങ്ങൾ കിടന്നെന്ന് ഓർത്തുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് സമയം, 20-30 മിനിറ്റ് സമയം തലയിൽ വെച്ചിരിക്കണം. അപ്പോഴാണിത് നല്ലതായിട്ട് നമ്മുടെ തലയിലെല്ലാം നല്ല വേരുകളിലെല്ലാം ഇറങ്ങി അത് അതിൻ്റെ ആ പ്രവർത്തനമൊക്കെ നടത്തി നമുക്ക് നമ്മുടെ മുടിയുടെ ഒരു ഇത് മാറ്റിത്തരും. നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ള ആ മുടിയായിട്ട് കിട്ടും. ഇപ്പോൾ അരിച്ചാൽ ഇത് വരണമെന്നില്ല, ഇതല്ല, കുറച്ചേ വരുന്നുള്ളൂ നമുക്ക്. അപ്പോൾ നമുക്കിത് അരിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഇങ്ങനെ തന്നെ തേക്കാം. ഇതിപ്പം ഇത്രയും കൊഴുപ്പുള്ളത് കൊണ്ട് അരിച്ചിട്ട് അങ്ങ് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് തേക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് പുറത്ത് കൊണ്ടുപോയി വെച്ചാണ് തേക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അരിക്കാൻ പറ്റത്തില്ല. ഇതിന്
അലോവേരയും ഇതെല്ലാം കൊഴുപ്പുള്ള സാധനമാണ്. അപ്പം നമുക്കിത് ഇത് അരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമ്മളിത് പുറത്ത് വെച്ച് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ തലയിലൊക്കെ തേച്ചിട്ടുണ്ട്. നന്നായിട്ട് മൊത്തം തേച്ചിട്ട് വന്നിരിക്കുവാണ്. ഞാനിതൊരു തോർത്തുകൊണ്ട് നല്ലപോലെ ഒന്ന് മുടിയിൽ ഒന്ന് കെട്ടി വെക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനി ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുടി ചീകി കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഒതുങ്ങിയിരിക്കും. അതുപോലെ ഇത് മുടിക്ക് വളരെ നല്ലതാണ്. നമ്മുടെ തലയ്ക്ക് നല്ല കുളിർമയും നമ്മുടെ മുടിക്ക് നല്ല വേരിന് നല്ല ഗ്രോത്ത് കിട്ടാനും ഒക്കെ ഇത് നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതിൻ്റെ ഗുണം നിങ്ങൾക്കിത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാകത്തുള്ളൂ. ഇതുപോലെ തന്നെ നമ്മളിത് വേറെയും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ കഴിയുവാണ്. എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി. ഓക്കെ.